സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ക്യാമ്പസ് ആകുവാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരുങ്ങുന്നു. സമ്പൂർണ്ണ വൈഫൈ സങ്കേതത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച. മലാപ്പറമ്പ് മെഡിക്കൽ കോളേജ് റോഡിൽ കുടിവെള്ളം പാഴാകുന്നത് തുടർക്കഥ. വാട്ടർ അതോറിറ്റിയും PWDയും പരസ്പരം പഴിചാരുന്നു. വൈദ്യുതി മേഖലയെ കമ്പോളവൽക്കരിക്കുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകം. ഇലക്ട്രിസിറ്റി ജീവനക്കാരും എഞ്ചിനീയേഴ്സും പ്രതിഷേധ ധർണ നടത്തി. നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സമ്പൂർണ്ണ വൈഫൈ ക്യാമ്പസായി മാറുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല പൂർണ്ണമായും വൈഫൈ സങ്കേതം ലഭ്യമാകുന്ന രീതിയിൽ ഹൈടെക്കായി മാറുന്നത്. 160ഓളം വൈഫൈ ആക്സസ് പോയിന്റുകളാണ് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച കേന്ദ്രമന്ത്രി അഹമ്മദ് പുതിയ സങ്കേതം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ആദ്യമായാണ് വയർലെസ് നെറ്റ്വർക്ക് വഴി സൌജന്യമായി ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ ഉതകുന്ന വൈഫൈ സംവിധാനത്തിലേക്ക് ഒരു സർവകലാശാല പൂർണ്ണമായും മാറുന്നത്. കാലിക്കറ്റ് സർവകലാശാലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച 160ഓളം ആക്സസ് പോയിന്റുകൾ വഴിയാണ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമടക്കം വൈഫൈ സംവിധാനം വഴി ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ സാധിക്കുക. ഈ വരുന്ന തിങ്കളാഴ്ച കേന്ദ്രമന്ത്രി അഹമ്മദ് പുതിയ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും. ഇതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ക്യാമ്പസ് എന്ന പദവിയും കാലിക്കറ്റിന് സ്വന്തമാകും. 55 ലക്ഷം രൂപ ചെലവിലാണ് വൈഫൈ സംവിധാനം പൂർത്തീകരിച്ചിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാല തിങ്കളാഴ്ചയോടെ മറ്റൊരു ചരിത്ര നേട്ടം കൂടി കൈവരിക്കുകയാണ് എന്നാണ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M. അബ്ദുൽ സലാം കോഴിക്കോട് വിഷനോട് പ്രതികരിച്ചത്. Total campus, entire campus is getting Wi-Fi, wireless connectivity, internet connectivity. കേരളത്തിൽ 15 സർവകലാശാലകളാണ് ഉള്ളത്. 15 സർവകലാശാലയിൽ കാലിക്കറ്റ് സർവകലാശാല സെക്കൻഡ് ഓൾഡസ്റ്റും എന്നാൽ ഏറ്റവും ലാർജസ്റ്റുമാണ്. കാലിക്കറ്റ് സർവകലാശാല ഏറ്റവും പ്രധാനപ്പെട്ട നമ്പേഴ്സ് ഇതൊക്കെയാണ്. 421 അഫിലിയേറ്റഡ് കോളേജസ് ഉള്ള, 3 ലക്ഷം കുട്ടികളുള്ള, 265 ഡിഗ്രി പ്രോഗ്രാംസ് ഉള്ള, 550 ഏക്കർ സ്ഥലമുള്ള ഒരു അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഹോൾ ക്യാമ്പസ് ഈസ് ബ്രിങ്ങിങ് അണ്ടർ വൈഫൈ എന്ന് പറഞ്ഞ ചരിത്രമാണ്. എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 അവേഴ്സും കുട്ടികൾക്കും അധ്യാപകർക്കും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും വേണ്ടി വന്നാൽ ചുറ്റുമുള്ള അവരുടെ ഫാമിലിക്കും ഫ്രീ ആയിട്ട് വൈഫൈ ആക്സസ് ഉണ്ടാകും. 55 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ്. ഏറ്റവും ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നോളജ് ആക്സസ് വളരെ ഫ്രീ ആയിട്ട് 24 മണിക്കൂറും ഹോസ്റ്റലും ലൈബ്രറിയും ക്യാമ്പസും എവിടെ നിന്നും കുട്ടികൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നോളജ് ഹങ്കർ തീർക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി. അതായത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയായി മാറി. യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് 46 നിന്ന് 26 മാറി. 26 നിന്ന് വീണ്ടും അത് ഇന്ന് ഉന്നതങ്ങളിലേക്ക് വരാനുള്ള അതിൻ്റെ പടിപടിയായിട്ടുള്ള മുന്നേറ്റത്തിൽ ഒരു ടെക്നോളജി യൂണിവേഴ്സിറ്റി എന്നുള്ള ആ നിലയിലേക്ക് വരുന്നതിനുള്ള ഒരു അച്ചീവ്മെന്റ് കൂടിയാണ് ഒരു വൈഫൈ ക്യാമ്പസായിട്ട് മാറുന്നത്. 24-ാം തീയതി ഉച്ചയ്ക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അഹമ്മദ്, സെൻട്രൽ മിനിസ്റ്റർ അഹമ്മദ് ഇവിടെ വെച്ചത് ഇനാഗുറേറ്റ് ചെയ്യുന്നതാണ്. അന്ന് തന്നെ ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും, ക്യാമ്പസിലുള്ള കുട്ടികൾ, സാറന്മാര്, ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാവർക്കും അതിന്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തു. വളരെ പവർഫുൾ സിഗ്നൽസ് കിട്ടുന്നുണ്ട്, എല്ലായിടത്തും കിട്ടുന്നുണ്ട്, ക്വാർട്ടേഴ്സിൽ കിട്ടുന്നുണ്ട്, ലൈബ്രറി കിട്ടുന്നുണ്ട്. ഇൻസ്റ്റലേഷൻ ടെക്നിക്കലി ഈസ് വെരി വെരി ഹാപ്പി. അതുകൊണ്ട് ഈ ഒരു സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സെക്യൂർ സംവിധാനത്തിലാണ് വൈഫൈ പ്രവർത്തിക്കുക. ആക്സസ് പോയിന്റുകളുടെ പാസ്വേഡ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും നൽകി ഉപയോഗിക്കാനാവുന്ന UOC വൈഫൈ, പുറത്തുനിന്നും ഉള്ള ആളുകൾക്ക് സമയബന്ധിതമായും മാനദണ്ഡമനുസരിച്ചും ഉപയോഗിക്കുവാൻ സാധിക്കുന്ന UOC ഗസ്റ്റ് എന്നിങ്ങനെ 2 തരം ആക്സസ് രീതിയിലാണ് പുതിയ സങ്കേതം പ്രവർത്തന സജ്ജമാകുന്നത്. ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇടപഴകുന്ന ഭാഗങ്ങളിൽ കപ്പാസിറ്റി കൂടിയ 4 ആക്സസ് പോയിന്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവാണ് വൈഫൈ സിഗ്നലുകളുടെ പരിധി. 50 Mbps സ്പീഡാണ് സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും ആകെ കണക്കാക്കിയ 16,000 ഉപയോക്താക്കൾ ഒരേ സമയം വൈഫൈ സംവിധാനം ഉപയോഗിച്ചാലും 2 Mbps എന്ന മികച്ച സ്പീഡ് ലഭിക്കുമെന്ന് പുതിയ സങ്കേതത്തിന്റെ നിർമ്മാണ ചുമതലയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ഇൻസ്ട്രുമെന്റൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി മുഹമ്മദ് സാജിദ് പറഞ്ഞു. അറൌണ്ട് 1 Gbps സ്പീഡാണ് നമ്മൾ ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൽ സ്റ്റുഡൻസിന്റെ അവൈലബിലിറ്റി, ടോട്ടൽ കപ്പാസിറ്റി ഇതിനനുസരിച്ച് സ്പീഡിലെ വേരിയേഷൻ വരും. എന്നാലും ഒരു അറൌണ്ട് ഓരോരുത്തർക്കും ഒരു 2 Mbps മുകളിൽ സ്പീഡ് കിട്ടുന്ന രീതിയിലാണ് ഞങ്ങളിത് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
വിദ്യാർത്ഥികൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് കോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാ വർക്കുകളിലും വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി മറ്റേ സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ, ഹോസ്റ്റൽ സെക്രട്ടറി, ഇവരൊക്കെ വളരെ നമ്മുടെ ഓരോ സംവിധാനങ്ങളിലും ഓരോ പ്രവൃത്തിഘട്ടങ്ങളിലും നമ്മൾ ഒരുമിച്ച് നിന്ന് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിനോട് നമ്മളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഇൻസ്റ്റാളേഷനും ടെസ്റ്റ് റണ്ണും പൂർത്തിയാക്കിയ സംവിധാനം പ്രവർത്തനം തുടങ്ങുന്നതോടെ ഇന്റർനെറ്റ് ജാലിക വഴി എല്ലാവർക്കും കൂടുതൽ അറിവ് നേടാനുള്ള മികച്ച അവസരം കൂടിയാണ് കാലിക്കറ്റ് സർവകലാശാല ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന പദവിയും. രാജേഷ് പറമ്പിൽ, കോഴിക്കോട് വിഷൻ. മലാപ്പറമ്പ് മെഡിക്കൽ കോളേജ് റോഡിൽ ചേവരമ്പലത്തിന് സമീപം കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. PWD വിഭാഗം റോഡിൽ നടത്തിയ അറ്റകുറ്റപ്പണികളെ തുടർന്നാണ് ശുദ്ധജല വിതരണ പൈപ്പുകൾ പലയിടത്തായി പൊട്ടിയത്. ചോർച്ച നിർത്തുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുക്കുവാൻ വാട്ടർ അതോറിറ്റിക്കും സാധിച്ചിട്ടില്ല. PWD വിഭാഗവും വാട്ടർ അതോറിറ്റിയും വിഷയത്തിൽ പരസ്പരം പഴിചാരുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോഴും വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലം നടുറോഡുകളിൽ പാഴാകുന്നത് തുടർക്കഥയാകുന്നു. കുടിവെള്ളം പാഴാകുന്നതിന് കുപ്രസിദ്ധി നേടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മലാപ്പറമ്പ് പാതയിലാണ് കുടിവെള്ളം റോഡിലൂടെ പരന്നൊഴുകിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് പഴക്കം ചെന്ന് ദ്രവിച്ച ഭൂഗർഭ പൈപ്പുകളാണ് പ്രശ്നമായതെങ്കിൽ ഇപ്പോൾ PWD റോഡ് നിർമ്മാണത്തെ തുടർന്നാണ് പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നത്. റോഡ് പണിക്കായി വൈബ്രേറ്റർ ഉപയോഗിച്ചതിനെ തുടർന്ന് ഭൂഗർഭ പൈപ്പുകൾക്ക് സ്ഥാനചലനം വന്നതാണ് ഇപ്പോഴത്തെ ചോർച്ചയ്ക്ക് കാരണമായതെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. ഇത് ഒരു കൺസ്യൂമർ ലീക്കാണ്. സക്രിയ എന്ന് പറഞ്ഞാൽ ഈ SP അപ്പാർട്ട്മെന്റ്സിന്റെ അവരെ കണക്ഷനാണ്. ആ ലീക്ക് അവർ തന്നെ സ്വന്തമായിട്ട് റെക്ടിഫൈ ചെയ്യണം കൺസ്യൂമർ. അപ്പോൾ അവർ നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 2 ദിവസത്തെ അവധി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ റെക്ടിഫൈ ചെയ്തിട്ട് അവരുടെ നിന്ന് അതിന്റെ എന്താ വെച്ചാൽ ചെലവ് അവരുടെ ബില്ലിൽ. മാസങ്ങളായി നടുറോഡിൽ 10,000-കണക്കിന് ലിറ്റർ വെള്ളം പാഴായെങ്കിലും ശാശ്വതമായ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. കൂടുതൽ വ്യാപ്തിയിൽ പൈപ്പ് പൊട്ടിയ 1-2 ഇടങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ചേവരമ്പലത്തിനടുത്ത് പാച്ചാക്കിൽ ഭാഗത്തെ ചോർച്ച ഇതുവരെ പരിഹരിക്കുവാൻ സാധിച്ചിട്ടില്ല. ഈ ഭാഗത്ത് റോഡിൽ കുടിവെള്ളം പരന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. വൈബ്രേറ്റർ ഉപയോഗിച്ച് PWD റോഡ് പണി നടത്തിയത് കാരണം ഏതൊക്കെ ഭാഗത്താണ് പൈപ്പുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചതെന്ന് കണ്ടെത്തുവാൻ സാധിക്കാത്ത നിലയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ചോർച്ച പരിഹരിക്കുവാനുള്ള ശ്രമങ്ങളും വൈകുമെന്നുറപ്പ്. ക്യാമറമാൻ ഉല്ലാസ് കൊടുവള്ളിക്കൊപ്പം രാജേഷ് പറമ്പിൽ, കോഴിക്കോട് വിഷൻ. വൈദ്യുതി മേഖലയെ കമ്പോളവൽക്കരിക്കുന്നതിനെതിരെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എഞ്ചിനീയേഴ്സ് ആൻഡ് എംപ്ലോയീസ് നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പ്രതിഷേധ ധർണ നടത്തി. വൈദ്യുതി ഭവന് മുന്നിൽ നടന്ന ധർണ KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MG സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി മേഖലയെ സമ്പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി നിയമം 2003 ഭേദഗതി ചെയ്യുന്നതിനെതിരെ നാഷണൽ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ വൈദ്യുതി ജീവനക്കാരും ഓഫീസർമാരും വെള്ളിയാഴ്ച ധർണ നടത്തി. കോഴിക്കോട് വൈദ്യുതി ഭവന്റെ മുന്നിൽ വെള്ളിയാഴ്ച നടന്ന ജില്ലാ ധർണ KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MG സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ M വിനോദ് അധ്യക്ഷത വഹിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K ജയപ്രകാശ്, KSEB വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമിതി അംഗം VK ശശി, KSEB ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീഹരി T എന്നിവർ ധർണയെ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് നേരത്തെ ഗവൺമെന്റ് ലക്ഷ്യം വെച്ച അവരുടെ ലക്ഷ്യം എന്തായിരുന്നു, അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പൊ സ്വകാര്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ രംഗത്ത് നിക്ഷേപിക്കാൻ വേണ്ടി താല്പര്യമുള്ള കുത്തകൾക്ക് വിദ്യുച്ഛക്തി മേഖലയെ ആകർഷകമാക്കണം. നാഷണൽ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കൺവീനർ CK ഹാജിറ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CK സുരേഷ് ബാബു നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ചേവരമ്പലത്ത് ബിൽഡിംഗ് ചട്ടങ്ങൾ മറികടന്ന് നിർമ്മാണം ആരംഭിച്ച പ്രസൂണിക് ബിൽഡേഴ്സിനെതിരെ കോൺഗ്രസ് നേതാക്കൾ മാർച്ച് നടത്തി. കോർപ്പറേഷനിൽ നിന്ന് നേടിയെടുത്ത പ്ലാനും പെർമിറ്റും നിയമവിരുദ്ധമാണെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന മാർച്ച് DCC ജനറൽ സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ചേവരമ്പലം പാച്ചാക്കിൽ വളവിൽ പ്രസൂണിക് ബിൽഡേഴ്സ് ബിൽഡിംഗ് ചട്ടങ്ങൾ മറികടന്ന് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നും നേടിയെടുത്ത പ്ലാനും പെർമിറ്റും നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് പെർമിറ്റ് റദ്ദ് ചെയ്യണമെന്നും ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് കോൺഗ്രസ് നേതാക്കൾ വെള്ളിയാഴ്ച മാർച്ച് നടത്തി. ചേവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PCC ജനറൽ സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്ളാറ്റ് നിർമ്മാണം പൂർണ്ണമായും എടുത്തുകളയണം എന്ന അഭിപ്രായമുള്ള ആളുകളല്ല ഞങ്ങൾ. പക്ഷേ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത്
സംഘടിതമായ രൂപത്തിൽ ഫ്ളാറ്റ് നിർമ്മാണം ഉണ്ടാവുമ്പോൾ ഇവിടെ അധിവസിക്കുന്ന ജനവിഭാഗത്തിന് ശുദ്ധജലം കിട്ടുന്നതിന് തടസ്സമുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറെ പ്രയാസകരമായ പ്രശ്നം. സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഫ്ളാറ്റുകൾക്ക് പെർമിറ്റ് നൽകരുതെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളായ കണ്ടിയിൽ ഗംഗാധരൻ, പി ടി ജനാർദ്ദനൻ, പി എൻ ചന്ദ്രൻ, കോർപ്പറേഷൻ കൌൺസിലർ സത്യനാഥൻ, ബിന്ദു കൃഷ്ണ, ഷിജു നാരായണൻ, എ കെ അബ്ദുൽ കരീം, സി ഉദയകുമാർ, കെ കെ പ്രവീൺ കുമാർ, സി ടി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അമൃതാനന്ദമയിക്കെതിരെ മുൻ ശിഷ്യ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഡിവൈഎഫ്ഐ ഗൌരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് സംഘടനയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എൻ രാജേഷ് പറഞ്ഞു. ആത്മീയതയുടെ പേരിൽ പണം തട്ടുകയും ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന കേന്ദ്രമായി അമൃതാനന്ദമയി മഠം മാറിക്കഴിഞ്ഞുവെന്നും ഇതുവരെ വിഷയത്തിൽ നിഷേധവുമായി രംഗത്ത് വരാത്ത മഠം വെളിപ്പെടുത്തലുകളെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നതെന്നും എൻ രാജേഷ് കോഴിക്കോട് വിഷനോട് പറഞ്ഞു. അമൃതാനന്ദമയിക്കെതിരെ മുൻ ശിഷ്യ നടത്തിയ വെളിപ്പെടുത്തലുകൾ ലോകവ്യാപകമായി ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുമ്പോൾ സംസ്ഥാനത്തെ യുവജന സംഘടനകൾ പ്രമുഖരായ ഡിവൈഎഫ്ഐ വളരെ ഗൌരവത്തോടെയാണ് ഇത് നോക്കിക്കാണുന്നതെന്ന് സംഘടന വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എൻ രാജേഷാണ് ഇക്കാര്യം വ്യക്തമാക്കി പറഞ്ഞത്. ആത്മീയതയുടെ പേരിൽ പണം തട്ടുകയും ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന കേന്ദ്രമായി അമൃതാനന്ദമയി മഠം മാറിക്കഴിഞ്ഞുവെന്നും ഇതുവരെ വിഷയത്തിൽ നിഷേധവുമായി രംഗത്ത് വരാത്ത അമൃതാനന്ദമയി മഠം വെളിപ്പെടുത്തലുകളെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നതെന്നും എൻ രാജേഷ് കോഴിക്കോട് വിഷനോട് പറഞ്ഞു. വിഷയത്തിൽ ഡിവൈഎഫ്ഐ വ്യക്തമായ നിലപാടെടുക്കുമെന്നും രാജേഷ് അറിയിച്ചു. മാതാമൃതാനന്ദമയിയുടെ ഈ മഠത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐ വളരെ ശക്തമായിക്കൊണ്ട് നേരത്തെ നിലപാട് സ്വീകരിച്ചതാണ്. ഇത് ആത്മീയയുടെ പേര് പറഞ്ഞുകൊണ്ട് പണം തട്ടിപ്പ് നടത്തുന്ന അതുപോലെ തന്നെ എല്ലാ ക്രിമിനൽ സംഘങ്ങൾക്കും ഒത്താശ കൊടുക്കുന്ന ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഏറ്റവും ഗൗരവമാണ്. ഒരു കേരളീയ സമൂഹത്തിന്റെ അകത്ത് നടുക്കത്തോടു കൂടി നമ്മൾ നോക്കിക്കാണുന്നത്. പൊതുവിൽ സ്ത്രീകൾക്കെതിരായിക്കൊണ്ട് കടന്നുകയറ്റങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇതേ ആത്മീയയുടെ പേര് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ വേട്ടയാടപ്പെടുന്ന ഒരു ചിത്രം ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. അതിശക്തമായിക്കൊണ്ടുള്ള പ്രതിഷേധം ഈ കേരളീയ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. ഡിവൈഎഫ്ഐ ഈ പ്രശ്നത്തെ വളരെ ഗൗരവമായി കാണുകയാണ്. വരുന്ന ആളുകളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം. അതെ, സ്വാഭാവികമായും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ടത് മാതാ അമൃതാനന്ദമയിയുടെ മഠത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. ഇതുവരെ ഒരു നിഷേധക്കുറിപ്പ് പോലും കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറായിട്ടില്ല. ഇതിന് കാണിക്കുന്നത് ഈ വന്ന വെളിപ്പെടുത്തലെല്ലാം തന്നെ അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിഷയത്തിന്റെ ഗൗരവം ഇത്രയേറെ വർദ്ധിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാതാ അമൃതാനന്ദമയിക്ക് നേരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുൻ ശിഷ്യയുടെ ആത്മകഥ വിവാദമാകുന്നു. മുൻ ശിഷ്യയും ഓസ്ട്രേലിയൻ വനിതയുമായ ഗെയിൽ ട്രെഡ്വെല്ലിന്റെ ഹോളി ഹെയിൽ എന്ന പുസ്തകമാണ് അമൃതാനന്ദമയി മഠത്തിനെതിരെ ലൈംഗിക അരാജകത്വവും സാമ്പത്തിക ക്രമക്കേടുകളും പണപ്പിരിവുമടക്കം തുറന്നുകാട്ടിക്കൊണ്ട് ചൂടേറിയ ചർച്ചകളിൽ സ്ഥാനം പിടിക്കുന്നത്. അമൃതാനന്ദമയിയുടെ ആശ്രമത്തിലെ അന്തേവാസിയും മുൻ ശിഷ്യയുമായ ഓസ്ട്രേലിയൻ വനിത ഗെയിൽ ട്രെഡ്വെല്ലിന്റെ വിശുദ്ധ നരകം, വിശ്വാസത്തിന്റെയും ആരാധനയുടെയും ശുദ്ധഭ്രാന്തിന്റെയും ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകമാണ് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലും ചാനലുകളിലും ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. ഇന്റർനെറ്റിലൂടെ പുസ്തകം പ്രചരിക്കുകയാണ്. ഹോളി ഹെൽ, എ മെമയർ ഓഫ് ഫെയ്ത്ത്, ഡിവോഷൻ ആൻഡ് പ്യുവർ മാഡ്നസ് എന്ന പേരിലാണ് ഓസ്ട്രേലിയക്കാരിയായ ഗെയിൽ ട്രെഡ്വെൽ ആത്മകഥ എഴുതിയത്. ആൾദൈവങ്ങളുടെ വിശ്വാസലോകത്ത് പുതിയ കോളിളക്കമാണ് പുസ്തകം സൃഷ്ടിക്കുന്നത്. മഠവുമായി ബന്ധപ്പെട്ട ലൈംഗിക അരാജകത്വവും സാമ്പത്തിക ക്രമക്കേടുകളും പണപ്പിരിവുമെല്ലാം നടക്കുന്നുവെന്നാണ് ആത്മകഥയിൽ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. അമൃതാനന്ദമയിക്കും അമൃത സ്വരൂപാനന്ദക്കും എതിരെ ഗൌരവമേറിയ പരാമർശങ്ങളാണ് ആത്മകഥയിലുള്ളത്. ആശ്രമത്തിൽ നിരവധി തവണ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി എന്നും ഇവർ വെളിപ്പെടുത്തുന്നു. 1958-ൽ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ ജനിച്ച ട്രെഡ്വെൽ 20-ാം വയസ്സിലാണ് അമൃതാനന്ദമയി മഠത്തിൽ എത്തിയത്. തുടർന്ന് 20 വർഷത്തോളം മഠത്തിൽ താമസിച്ച ശേഷം 1999 നവംബറിൽ ആശ്രമം വിട്ട് അമേരിക്കയിലെ ഹവായിലേക്ക് പോയി. കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതിനാൽ മനോധൈര്യമില്ലാത്തതിനാലാണ് ഇതുവരെ ഇക്കാര്യങ്ങളൊന്നും എഴുതാതിരുന്നതെന്നും ആത്മകഥയിൽ പറയുന്നുണ്ട്. ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിൽ അമൃതാനന്ദമയിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചൂടേറിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഈ വിവാദ ആത്മകഥ വഴിവെച്ചു. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ. നിലമ്പൂർ കൊലപാതക കേസിൽ ഒരു പ്രസ്താവന പോലും നടത്താത്ത സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലപാട് ഖേദകരമാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നതിന്റെ ഉദാഹരണമാണ് ഇക്കാര്യമെന്നും മുൻ എംപിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി സതീദേവി പറഞ്ഞു.
രാഷ്ട്രീയത്തിന് അതീതമായി വനിതാ കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ പ്രവർത്തിച്ചാലേ സ്ത്രീകൾക്ക് നീതി കിട്ടുന്ന കാലം വരുമെന്നും പി സതീദേവി കോഴിക്കോട് വിഷനോട് പറഞ്ഞു. നിലമ്പൂരിലെ കൊലപാതക കേസിൽ ഒരു പ്രസ്താവന പോലും നടത്താത്ത സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലപാടാണ് സിപിഐഎം നേതാവും മുൻ എംപിയുമായ പി സതീദേവി ചോദ്യം ചെയ്തത്. വനിതാ കമ്മീഷന്റെ നിലപാട് ഖേദകരമാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നതിന്റെ ഉദാഹരണമായി ഇക്കാര്യത്തെ കാണാൻ സാധിക്കുന്നുവെന്നും സതീദേവി കോഴിക്കോട് വിഷനോട് പറഞ്ഞു. രാഷ്ട്രീയത്തിന് അതീതമായി വനിതാ കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ പ്രവർത്തിച്ചാലേ സ്ത്രീകൾക്ക് നീതി കിട്ടുന്ന കാലം വരുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ നിലമ്പൂർ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന പോലും നടത്തുകയോ ആ പ്രദേശം ചെന്ന് അന്വേഷിക്കുകയോ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമായിട്ടാണ് ഇത് കാണാൻ വേണ്ടി പറ്റൂ. യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാനും രാഷ്ട്രീയത്തിന് അതീതമായി സ്ത്രീ പ്രശ്നങ്ങളെ കാണാനും വനിതാ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം എവിടെയാണ് പിന്നെ സ്ത്രീകൾക്ക് പരാതി കൊടുക്കാൻ വേണ്ടി കഴിയുക? ഇപ്പൊ വനിതാ പോലീസ് സെല്ലുകൾ, അതുപോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാം നോക്കുകുത്തിയായിട്ട് മാറിയിട്ടുള്ള അവസ്ഥയാണ്. വനിതാ കമ്മീഷൻ ഉണ്ടായിട്ട് പോലും ഇത്രയും നിഷ്ഠൂരമായിട്ട് രാജ്യത്താകെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് വനിതാ കമ്മീഷൻ തയ്യാറായില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയം തന്നെയാണ്. സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന പുതിയ കാലത്ത് അവബോധ പ്രവർത്തനങ്ങൾക്കൊപ്പം സർക്കാരുകളും ആഭിമുഖ്യം കാണിക്കണമെന്നും സതീദേവി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിലെ കൊലപാതക സംഭവത്തിൽ ഉന്നതരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി യുവതി കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോഴിക്കോട് നടന്ന പ്രതിഷേധ പരിപാടി സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ നേതാക്കളായ എൻ രാജേഷ്, അശ്വിൻ ദേവ്, PM ആതിര, വരുൺ ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ബലാത്സംഗവും കൊലപാതകവും നടന്നതിൽ ഉന്നതരുടെ പങ്ക് അന്വേഷിക്കുക എന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി യുവതി കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എംപിയുമായ പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഓഫീസിനകത്ത് ഓഫീസ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ ഇപ്പോൾ അറസ്റ്റിന് വിധേയമാക്കപ്പെട്ടിട്ടുള്ള ബിജു എന്ന് പറയുന്ന ശ്രീ ആര്യാടന്റെ പ്രസിഡന്റ് സ്റ്റാഫിൽ അംഗമായിട്ടുള്ള ബിജുവിനോട് തന്നെ രാധയുടെ സഹോദരൻ അന്വേഷിച്ചു. അഡ്വക്കേറ്റ് KV ലേഖ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എൻ രാജേഷ്, വരുൺ ഭാസ്കർ, അശ്വിൻ ദേവ്, PM ആതിര, സഷിത തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ രംഗത്ത് മികച്ച പുരോഗതി എന്ന അധികൃതർ അവകാശവാദം ഉന്നയിക്കുമ്പോഴും കോഴിക്കോട് മുഖദാർ എന്ന തീരദേശ മേഖലയിൽ അടിസ്ഥാന സൌകര്യമില്ലാതെയാണ് 5ഓളം അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത്. താൽക്കാലിക ഷെഡിലും വാടക കെട്ടിടത്തിലുമായി പ്രവർത്തിക്കുന്ന അംഗൻവാടികളിൽ മിക്കതും അപകട ഭീഷണിയിലുമാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ 100-ലധികം കുരുന്നുകളാണ് ഈ അംഗൻവാടികളിൽ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ തേടുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ വൻ പുരോഗതി കൈവരിച്ചെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും കോഴിക്കോട്ടെ തീരപ്രദേശങ്ങൾക്ക് ഈ മേഖലയിൽ വലിയ നേട്ടമൊന്നും പങ്കുവെക്കാനില്ല. മുഖദാർ കടപ്പുറത്ത് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ 5 അംഗൻവാടികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 3 സ്വന്തം കെട്ടിടമായിട്ടില്ല. ടാർപോളിൻ കൊണ്ട് കെട്ടിമറച്ചതും വീടിന്റെ വരാന്തയിലെ ചില ചായ്പിലുമൊക്കെയാണ് ഈ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള 100ഓളം കുരുന്നുകളാണ് അറിവിന്റെ ആദ്യാക്ഷരം തേടുവാൻ ഇത്തരം കുടുസുമുറികളിൽ തളച്ചിടേണ്ടി വരുന്നത്. അംഗൻവാടികളിൽ നിന്നും ആഹ്ലാദാരവങ്ങളോടെ ഉയർന്നു കേൾക്കുന്ന കുരുന്നുപാട്ടുകളിൽ വലിയവർ കേൾക്കേണ്ട വാക്കുകൾ നിറയുന്നു എന്നതും യാദൃശ്ചികമായിരിക്കാം. താൽക്കാലിക കെട്ടിടങ്ങളിൽ പലതും അപകടാവസ്ഥയിലാണ്. ഓടുമേഞ്ഞ് പലകയടിച്ചതും മറച്ചുകെട്ടിയതുമായ കൂരകൾക്കുള്ളിലാണ് കുരുന്നുകൾ അറിവ് തേടാനെത്തുന്നത്. അംഗൻവാടികളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ: മത്സ്യത്തൊഴിലാളിയ കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടി ഇപ്പോൾ തീരെ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ ഒരുവിധ സെറ്റുകളാണ് അവർ ഇപ്പം ഇതായിട്ട് നടത്തുന്നത്. മാക്സിമം ഒരു 10 നമ്മള് ഇവിടെ കളിച്ച് വളർന്നതാണ്. പക്ഷെ നമ്മള് പോലും പോയ ലെവലിലല്ല ഇപ്പോൾ മറ്റുള്ള കുട്ടികൾ പോകുന്നത്. പിന്നെന്ന് പറഞ്ഞാല് ഒരു സൗകര്യമില്ല, ഒരു റാഹത്ത് കിട്ടുന്നില്ല അവർക്ക്. അത് ഇതുവരെ അധികം നമുക്കുമായിട്ട് ഒന്നും തന്നിട്ടില്ല.
അപ്പൊ എന്തായാലും നമ്മളെ ഓർമ്മയിൽ ഒരു 10 വർഷം പോലെ ഈ പ്രദേശം ഉണ്ടായിട്ട് സ്വന്തമായിട്ടൊരു അംഗൻവാടി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ പുതിയതായിട്ടൊരു അംഗൻവാടി വരാണ് എല്ലാവർക്കും നല്ലൊരു ഉപകാരമാണ്, നല്ലൊരു കാര്യങ്ങളാണ്. ഇനിയും ആരെങ്കിലും അത് നിർബന്ധിച്ചിട്ട് നമുക്കൊരു തൽക്കാലമായിട്ട് നല്ലൊരു കെട്ടിടം എടുത്ത് തരുത്ത നമ്മളൊരു ആവശ്യമാണ്. നിരവധി തവണ അധികാരികൾക്ക് മുന്നിൽ വിഷയം അവതരിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പുതിയ കെട്ടിടം എന്നത് പോകട്ടെ, ഉള്ള കെട്ടിടത്തിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുവാനെങ്കിലും ഇടപെടാൻ ആരും തയ്യാറാവുന്നുമില്ല. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ എന്ന നിലപാടാണോ അധികാരികളുടെ അവഗണനയ്ക്ക് പിന്നിലെന്നും ഇവർ ചോദിക്കുന്നു. ഏതായാലും വലിയവരുടെ അലംഭാവവും അനാസ്ഥയുമൊന്നും ഇവിടെ പഠിക്കുന്ന കുരുന്നുകൾക്ക് അറിയില്ല. താരതമ്യപ്പെടുത്തുവാൻ പ്രദേശത്ത് ഒരു നല്ല അംഗൻവാടി ഇല്ലാത്തതുകൊണ്ട് മികവും തികവും കുരുന്നുകൾ തിരിച്ചറിഞ്ഞിട്ടുമില്ല. പക്ഷേ ചാനൽ മൈക്ക് കൈക്കലാക്കി ഒരു കൊച്ചുമിടുക്കി അധികാരികൾക്ക് മുന്നിൽ തങ്ങളുടെ ആവലാതി പറയാനെത്തി. ഞങ്ങൾക്കൊരു അംഗൻവാടി തരണം. ഫാത്തിമ സിയ കോഴിക്കോട് വിഷൻ. പയ്യാനക്കൽ ചാമുണ്ഡി വളപ്പിലെ പുനരധിവാസ കോളനിയിൽ കോർപ്പറേഷൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് മേയർ AK പ്രേമജം പറഞ്ഞു. കുടിവെള്ളക്ഷാമവും അടിസ്ഥാന സൗകര്യക്കുറവും കാരണം ഇവിടെ 130ഓളം കുടുംബങ്ങൾ ദുരിതമനുഭവിക്കുന്നതിന്റെ ചിത്രം കോഴിക്കോട് വിഷൻ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മേയർ വിഷയത്തിൽ ഇടപെടുമെന്ന് അറിയിച്ചത്. തീരദേശപാതയ്ക്കും കോതിപ്പാലത്തിനുമായി കുടിയൊഴിപ്പിക്കപ്പെട്ട 130ഓളം കുടുംബങ്ങളെ പയ്യാനക്കലിനടുത്ത ചാമുണ്ഡി വളപ്പിലാണ് പുനരധിവസിപ്പിച്ചത്. 2.5 സെന്റ് ഭൂമിയും 80,000 രൂപയുമാണ് ഇവർക്ക് നഷ്ടപരിഹാരമെന്ന നിലക്ക് നൽകിയിരുന്നത്. എന്നാൽ പലർക്കും തറ പോലും കെട്ടിയുയർത്തുവാൻ ഇവിടെ സാധിച്ചിട്ടില്ല. രൂക്ഷമായ കുടിവെള്ളക്ഷാമവും അടിസ്ഥാന സൗകര്യക്കുറവും കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നതിന്റെ യഥാർത്ഥ ചിത്രം കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിഷൻ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ AK പ്രേമജം വിഷയത്തിൽ ഇടപെട്ടത്. പുനരധിവാസം സർക്കാരിന്റെ പദ്ധതിയാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ താമസക്കാർ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുവെങ്കിൽ വിഷയം ഗൌരവമായി എടുക്കുമെന്ന് മേയർ കോഴിക്കോട് വിഷനോട് പറഞ്ഞു. കൌൺസിലർമാർ അതാത് ഭാഗത്തെ ജനകീയ പ്രശ്നങ്ങൾ കോർപ്പറേഷനെ അറിയിക്കണം. വിഷയത്തിൽ കോർപ്പറേഷന്റെ ഇടപെടൽ ഉടനുണ്ടാവുമെന്നും മേയർ കോഴിക്കോട് വിഷനോട് പറഞ്ഞു. ഓരോ കൌൺസിലർമാരും അവരവരുടെ വാർഡുകളിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ച് അവർക്ക് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക. അതുമല്ലെങ്കിൽ ഇപ്പൊ കോതിപ്പാലം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പൊ സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ട് അവിടുന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളെ എങ്ങനെ പുനരധിവസിപ്പിക്കുന്നു. അപ്പൊ അത് ബന്ധപ്പെട്ട കൌൺസിൽ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദികൾ. സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് പരിഹാരം ലഭിക്കുന്നവരെ അത് ഫോളോ അപ്പ് ചെയ്യും. അതാണ് എൻ്റെ ഒരു നിലപാട്. അതിപ്പോൾ ഏത് വാർഡാണെന്ന് നോക്കിയിട്ടല്ല, നേരെ മറിച്ച് ഏത് വാർഡിലും ജനങ്ങളാണ് ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അടിസ്ഥാനപരമായിട്ട് വളരെ സാമൂഹികമായും സാമ്പത്തികമായും താഴെത്തട്ടിലുള്ളവരായതുകൊണ്ട് തന്നെ അവരെ സഹായിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ എന്ന നിലയിലുണ്ട്. പക്ഷേ വിഷയം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അത് പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങാൻ പറ്റൂ. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അത് ഏത് പ്രദേശമായാലും ഇന്ന പ്രദേശം എന്നുള്ളതുകൊണ്ടല്ല, ഏത് പ്രദേശമായാലും ആ രീതിയിൽ ബന്ധപ്പെട്ട കൌൺസിലർമാർ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. എന്നാൽ അതെന്താണെന്ന് പഠിച്ച് അതിനെ ആരിൽ നിന്നാണ് പരിഹാരം തേടേണ്ടതെന്ന് വെച്ചാൽ അവരെ സമീപിച്ച് പരിഹാരം തേടാൻ ശ്രമിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പന്നിയങ്കര മേൽപ്പാലം നിർമ്മാണത്തിന് നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിന് പരിഹാരമായി. മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചുമതലയിൽ DMRC തന്നെ തുടരും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇടപെടലിനെ തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുവാൻ 10 കോടി രൂപ DMRCക്ക് കൈമാറുവാൻ ധാരണയായി. കരാർ ഉറപ്പിക്കാതെ ശിലാസ്ഥാപനത്തിലേക്ക് കടക്കുന്നതിൽ പ്രതിഷേധിച്ച മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചുമതലയിൽ നിന്ന് DMRC പിന്മാറിയത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കരാർ ഉറപ്പിക്കാതെ ശിലാസ്ഥാപനത്തിലേക്ക് കടക്കുന്നതിൽ പ്രതിഷേധിച്ച് പന്നിയങ്കര മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങുവാൻ DMRC തീരുമാനിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാധ്യമങ്ങളിൽ വാർത്ത വന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഇതോടെ നിർമ്മാണത്തിൽ നിലനിന്ന അനിശ്ചിതത്വത്തിന് തൽക്കാലം പരിഹാരമായി. പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുവാൻ 10 കോടി രൂപ ദിവസങ്ങൾക്കകം കൈമാറാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് DMRC തിങ്കളാഴ്ച തന്നെ നിർമ്മാണ കരാർ നിശ്ചയിച്ച കമ്പനിക്ക് കൈമാറി. ഇതുപ്രകാരം നിർമ്മാണ ചുമതല DMRC തുടരാനും തീരുമാനിച്ചു. കൊച്ചി ആസ്ഥാനമായ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കരാർ നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്കിൽ 45 കോടി രൂപ ചെലവിൽ ആദ്യ IT കെട്ടിടത്തിന്റെ നിർമ്മാണവും ഈ കമ്പനിയാണ് കരാർ എടുത്തിരിക്കുന്നത്. മരാമത്ത് വകുപ്പ് 10 കോടി രൂപ അനുവദിക്കാത്തതായിരുന്നു മോണോ റെയിലിന്റെ ഭാഗമായി പന്നിയങ്കരയിൽ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന് കരാർ നൽകുവാൻ തടസ്സമായത്. DMRC സ്വീകരിച്ച ടെൻഡർ നടപടികളുടെ ഭാഗമായി 5 മാസം മുമ്പേ കരാറുകാരെ തെരഞ്ഞെടുത്തിട്ടും ഫണ്ട് അനുവദിക്കാത്തതിനാൽ കരാർ നൽകാനായിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ VK ഇബ്രാഹിം കുഞ്ഞ്, MK മുനീർ എന്നിവരും ഡൽഹി മെട്രോ റെയിൽവേ കോർപ്പറേഷൻ ചെയർമാൻ E ശ്രീധരനുമായി ചർച്ച നടത്തിയിരുന്നു. DMRCക്ക് 10 കോടി രൂപ കൈമാറാൻ കഴിഞ്ഞ ശനിയാഴ്ച സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ടെന്നും ദിവസങ്ങൾക്കകം തുക കൈമാറുമെന്നും മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞും അറിയിച്ചു. 76.16 കോടി രൂപ ചെലവ് കണക്കാക്കിയിരിക്കുന്ന മേൽപ്പാലത്തിന് 20 കോടി രൂപയാണ് ആദ്യ ഗഡുവായി
DMRC ആവശ്യപ്പെട്ടത്. ഇത് പ്രകാരമാണ് 10 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചത്. മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഈ വരുന്ന 27 തന്നെ നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതോടെ ഒരു ദിവസത്തെ ആശങ്കയ്ക്ക് ശേഷം വീണ്ടും തങ്ങളുടെ സ്വപ്നത്തിന് ചിറകുമുളച്ച സന്തോഷത്തിലാണ് പന്നിയകര നിവാസികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാർഗൂർ പെർലിസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവം 2014 ബുധനാഴ്ച കുടുംബശ്രീ സംഗമം നടന്നു. കോയമാസ്റ്റർ വെള്ളറക്കാട് സ്വാഗതം നിർവഹിച്ച ചടങ്ങിൽ മോഹനൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. നിരവധി കുടുംബശ്രീ പ്രവർത്തകർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. പെർലിസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവം 2014 കുടുംബശ്രീ സംഗമം സംഘടിപ്പിച്ചു. ബുധനാഴ്ച നടന്ന ചടങ്ങിൽ കോയമാസ്റ്റർ വെള്ളറക്കാട്ട് സ്വാഗതം നിർവഹിച്ച ചടങ്ങിൽ മോഹൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ശ്രീനിവാസൻ ചെറുകുളത്തൂർ ക്ലാസ് എടുത്തു. മുൻപിൽ വന്നിരിക്കാനും മുന്നോട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾക്ക് ധൈര്യ സമയം വരാം, ഒരു പ്രയാസമില്ല, വന്നിട്ടോട്ടിരിക്കാം. അതാ ഒന്ന് ക്ലാസ് ചെയ്തേക്കും. മുഹമ്മദ് മാസ്റ്റർ, ബഷീർ പുതുക്കുടി, ജിതേഷ് തട്ടാരക്കൽ, യൂനുസ്, ഷമീർ ഉമ്മർ, ശ്രീകുമാർ, സെനിത് കുമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഗ്രാമോത്സവം വനിതാ വിഭാഗം സ്വാഗത സംഘം കൺവീനറായി വസന്തകുമാരിയും ചെയർമാനായി സുമതി തട്ടാരക്കലും ട്രഷററായി ഹസീന യൂനുസിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ക്യാമ്പസ് ആകുവാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരുങ്ങുന്നു. സമ്പൂർണ്ണ വൈഫൈ സങ്കേതത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച. മലാപ്പറമ്പ് മെഡിക്കൽ കോളേജ് റോഡിൽ കുടിവെള്ളം പാഴാകുന്നത് തുടർക്കഥ. വാട്ടർ അതോറിറ്റിയും PWDയും പരസ്പരം പഴിചാരുന്നു. വൈദ്യുതി മേഖലയെ കമ്പോളവൽക്കരിക്കുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകം. ഇലക്ട്രിസിറ്റി ജീവനക്കാരും എഞ്ചിനീയേഴ്സും പ്രതിഷേധ ധർണ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.